എവിടെ കൊണ്ടേ ആക്കിയെന്ന് പറഞ്ഞാലും കാണുന്നവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെ കൊണ്ടേ തള്ളി, അല്ല അമ്മയെ കൊണ്ടേ അവിടെ ആക്കിയിട്ട് പോയി, അവന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അത് വേണ്ട എന്ന് കരുതി അമ്മ തന്നെ എടുത്തൊരു തീരുമാനം. ഞാൻ അതിനോട് 100% യോജിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും നാളെ സൊസൈറ്റി എന്ത് പറയും, അയ്യോ മക്കൾ ഇങ്ങനെ ചെയ്തല്ലോ. പിന്നെ ഞങ്ങൾ ഓർത്തു അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്താ ഇതിന്റെ സത്യാവസ്ഥ? അവർക്ക് പലരും അയച്ചു കൊടുത്തേക്കുവാണ്, നിങ്ങളുടെ സുഹൃത്ത് ഇതാണോ, ഇങ്ങനെയാണോ നിങ്ങളുടെ സുഹൃത്ത് അമ്മയെ കൊണ്ട്, എന്നിട്ടാണോ ഇവന് ഈ സോഷ്യൽ മീഡിയ കടന്ന് വലിയ മക്കളോടൊപ്പം വീഡിയോ ചെയ്യുന്നത്, വലിയ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഷെയിം ആവുന്നു ഇങ്ങനൊരു വ്യക്തിയെ ഞങ്ങൾ ഫോളോ ചെയ്ത്. ആ സമയത്ത് അമ്മ ഇവിടെ കോവിഡ് വന്നപ്പോൾ അമ്മ പറയുന്നു, ഗ്ലാസ് കാപ്പി ഇട്ട് തരാൻ പോലും ഒരു മനുഷ്യനും ഇല്ല ഇവിടെ, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയും. അത് കേൾക്കുന്നത് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അമ്മ ഇവിടെ അടിക്കുന്ന ടെൻഷനേക്കാൾ കൂടുതൽ ഞങ്ങൾ മക്കൾ രണ്ടുപേരും അവിടെ അടിക്കുന്നുണ്ട്. കൊണ്ടുപോകാനുള്ള സാഹചര്യവും ഇല്ല. അങ്ങനെ പലപ്പോഴായിട്ട് ഞങ്ങൾ അമ്മയോട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, വേറെ കല്യാണത്തെക്കുറിച്ച് ഞങ്ങൾ നോക്കട്ടെ അമ്മ എന്നിപ്പോഴും ചോദിക്കുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം അല്ലാണ്ട് ചിലർ പറയുന്നത് വലിയ സംഭവമാക്കണമെന്നോ അല്ലെങ്കിൽ എന്തോ രഹസ്യമാക്കി വെക്കേണ്ട സംഭവമായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അത് ഞാൻ നിർത്തി പറഞ്ഞത് ചോദിച്ചിട്ടുണ്ട്. എന്റെ അപ്പനും പറയും, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം ഇവിടെ പരിസ്ഥിതിക്ക്. കാരണം ഈ 5 മക്കളെ നീ ഇനി ഏത് സമയത്ത് വളർത്തി വലുതാക്കി കൊണ്ടത് വന്ന് കാണുമ്പോഴേക്കും ഇനി എന്നാക്കി പറയും, മമ്മി ഒത്തിരി സംസാരിക്കണം, മമ്മി 2 മക്കളെ വളർത്തിയ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് 5 മക്കളെ വളർത്തിയ. ഞാൻ തിരിച്ചു കൊടുക്കും മമ്മിയോട് പറയും, മമ്മി അവൻ ഒത്തിരി. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അജിത്തേട്ടനും ഫാമിലിയാണ്. നമസ്കാരം. നമസ്കാരം ചേച്ചി. 2 വർഷത്തിന് ശേഷം കുവൈറ്റിൽ ഫ്ലൈറ്റ് പിടിച്ച് വന്നിട്ട് നിങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയില്ലാന്ന് തോന്നുന്നു, കംപ്ലീറ്റ് എയറിലാണ്. ഫ്ലൈറ്റ് പിടിച്ചു വന്നു, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി സന്തോഷകരമായി വീട്ടിലും എത്തി. വീട്ടിൽ നിന്ന് ഞങ്ങൾ വീഡിയോ ചെയ്ത്, എന്റെ അമ്മയോടൊപ്പം വീഡിയോ ചെയ്ത്, അത് വൈഫിന്റെ അമ്മയുടെ കാണാൻ പോയപ്പോഴേക്കുള്ള ഒരു ഇഷ്യൂ ആണ് നമ്മളിപ്പം. സത്യത്തില് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചേച്ചി നിങ്ങളുടെ അന്ന് കണ്ടിട്ടില്ല. ഞാൻ കാണുന്നത് ഇങ്ങനെ ആരോ ഒരാൾ ഈ വീഡിയോ ഇപ്പം റീസെന്റ് വൈറലായ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് അമ്മേനെ കാണാൻ പോകുന്ന ഈ ഇളയാളെ വിളിച്ചോണ്ട് ഇളയാളെ പിടിച്ചിട്ട് മൂത്തനെ കൊണ്ടെന്ന് തോന്നുന്നു മമ്മിയെ വിളിക്കാൻ പറയുന്ന ഒരു സീന്. എന്നിട്ട് പറഞ്ഞു ഇവനൊക്കെ ഗൾഫല്ല, ഇവനൊക്കെ വിദേശത്ത് പോയി കിടന്നിട്ട് അമ്മേനെ കൊണ്ടുപോയി ഓർഫനേജിൽ. അല്ല, അതെന്താന്ന് വെച്ചാല് ഞങ്ങള് വന്ന അന്ന് തന്നെ അമ്മയെ കാണാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പൊ അമ്മ വിളിച്ചു ചോദിച്ചു വരുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങള് ഇല്ല ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങള് അമ്മയെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഞങ്ങൾ അമ്മ അവിടെ ഇരിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് അമ്മയെ കാണുന്നൊരു വീഡിയോ, ചെന്ന് കാണുന്നൊരു വീഡിയോ. കാരണം ഞങ്ങൾ അവിടുന്ന് വരുമല്ലേ, പോകുന്ന വഴിക്ക് അമ്മ മേളിലിരുന്ന് കോഫി കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. ആ ഒരു ഞാൻ നോക്കുമ്പോഴേക്ക് എനിക്ക് ബാക്കിൽ നോക്കി അമ്മച്ചിയല്ലേ ഇരിക്കുന്നേ. അപ്പൊ ഞാൻ വൈഫോട് ചോദിച്ചു, നോക്കി അത് അമ്മച്ചിയല്ലേ, ഒന്നും അമ്മച്ചിയാന്ന് വൈഫ് പറയുകയും ചെയ്തു. അവിടെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, മക്കളെ അമ്മച്ചി ഇരിക്കുന്നു, ഒന്ന് വിളിച്ച് അമ്മച്ചിയെ വിളിച്ചെന്ന് പറഞ്ഞു. അതാണ് അതിന്റെ ശരിക്കുള്ള സീൻ. ശരിക്കും ഇവരുടെ ഒരു വീഡിയോ ഈ അടുത്തിടെ അമ്മയെ കാണാൻ, അമ്മേനെ ഓൾഡ് ഏജ് ഹോമിലോ, അതോ ഓൾഡ് ഏജ് അല്ല, അത് ഓൾഡ് ഏജ് ഹോം അല്ല, അത് റിട്ടയർമെന്റ് ഹോമാണ്. ഒരു റിട്ടയർമെന്റ് ഹോമിൽ അവരുടെ അമ്മേനെ ഉണ്ടായിരുന്നു. ഭയങ്കര സൈബർ ആക്രമണമാണ് ഇവർക്ക് നേരിട്ട്. മാത്രമല്ല അതിനെ തുടർന്ന് ഇപ്പൊ 2 വീഡിയോ നിങ്ങൾ അതിന്റെ പാർട്ട് 1 പാർട്ട് 2 ഒരു മനുഷ്യന്റെ ഗതികേടാണ്. എന്താണ് അല്ലെ, സ്വന്തം ഒരു ഞങ്ങള് എക്സ്പ്രഷൻ കൊടുക്കണ്ട. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ വൈഫിനും അമ്മയുടെ മോൻ UK-ലാണുള്ളത്. അവർക്ക് 2 പേർക്കും അമ്മയെ ബോധിപ്പിച്ചാൽ മതി, അമ്മയ്ക്ക് അവരെയും ബോധിപ്പിച്ചാൽ മതി. അപ്പം ഞങ്ങൾക്ക് പല രീതിയിലുള്ള ബാഡ് കമന്റ്സും കാര്യങ്ങളും ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ആണ്, അത് വരും. ഞങ്ങളൊക്കെ ഒരു ലവ് ചിഹ്നം അല്ലെങ്കിൽ ഒരു കൈകൂപ്പ് വെച്ചിട്ട് ഞങ്ങൾ വിടുക സാധാരണ ചെയ്യാറുള്ളൂ. അപ്പം ഇതിനകത്ത് പലരും നമുക്ക് മെസ്സേജ് അയക്കുന്നത് ഈ വീഡിയോ കണ്ടിട്ട്, ഈ വീഡിയോ അങ്ങ് കണ്ടമാനം. ഇവിടെ നമുക്ക് ഒരാളുണ്ട്, പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം. വിക്രു എന്നല്ലേ പേര്, എത്ര പേരെങ്ങനെ, മുഴുവൻ പേരെങ്ങനെ, വിൽഫ്രഡ്. വിക്രുന്ന് വന്നപ്പോ മുതൽ ഇങ്ങനെ ഹായ് ഹായ് എന്ന് പറഞ്ഞ് തുടങ്ങിയത് ഇതുവരെ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ടില്ല. വായിൽ സൂക്ഷിക്കണേ. അപ്പം അത് കണ്ടമാനം അങ്ങ് വൈറലായി. അപ്പം നമ്മളെ അറിയാവുന്നവരും പല വ്യക്തികളും നമുക്ക് വീഡിയോ, ഇപ്പം GCC ആയാലും സൗദി അയച്ചു, ദുബായിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് ആഷിഖ്, അങ്ങനെ പലരും നമ്മുടെ വീഡിയോസ് എല്ലാം അയച്ചു കൊടുത്ത് എന്താ ഇതിന്റെ സത്യാവസ്ഥ? അവർക്ക് പലരും അയച്ചു കൊടുത്തേക്കുവാണ്, നിങ്ങളുടെ സുഹൃത്ത് ഇതാണോ, ഇങ്ങനെയാണോ നിങ്ങളുടെ സുഹൃത്ത് അമ്മയെ കൊണ്ട്, എന്നിട്ടാണോ ഇവന് ഈ സോഷ്യൽ മീഡിയ കടന്ന് വലിയ മക്കളോടൊപ്പം വീഡിയോ ചെയ്യുന്നത്, വലിയ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഷെയിം ആവുന്നു ഇങ്ങനൊരു വ്യക്തിയെ ഞങ്ങൾ ഫോളോ ചെയ്ത്. പലരും പറഞ്ഞ് ഞങ്ങൾ അൺഫോളോ, അതൊന്നും ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ അത് ആക്കുന്നില്ല. അപ്പം അവരാണ് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി
നീ ഒരു വീഡിയോ ചെയ്യണം എന്നോട് പറഞ്ഞു. ഓ. കാരണം ഞങ്ങൾക്ക് പലരും ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഉം. അപ്പൊ ഒരു വീഡിയോ ചെയ്യണം. അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോഴേക്കാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തത്. അത് ഇന്ന് വരെ ഞങ്ങൾ ആ വീഡിയോ ഇട്ടതിന്റെ പേരിൽ ഞങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള വിഷമവും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ അത് വീഡിയോ ഡിലീറ്റ് ചെയ്യാനും നിന്നില്ല, കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്യാനും നിന്നില്ല. കാരണം അതിനകത്ത് ഞങ്ങൾ നോക്കിയിട്ട് അപ്പൊ എല്ലാരും ഇത്രയും പ്രൈവറ്റ്, നിങ്ങളുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തിനാ അതിനകത്ത് എനിക്ക് ഒരു അമ്മയെ കാണാൻ പോകുന്നതിനകത്ത് ഇപ്പൊ ഞാൻ വീട്ടിൽ വന്ന് പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്തിനാ ഞങ്ങൾ യൂസ് ചെയ്യുന്നു? ഞങ്ങളുടെ ഈ വലിയ അതായത് അകത്ത് കയറി കഴിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടിയോ അല്ലെങ്കിൽ അമ്മയായിട്ടുള്ള വഴക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒന്നും അല്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ മിനിമം ഉള്ളൊരു ഇതാണല്ലോ ഇപ്പൊ നമ്മുടെ ഫാമിലി അപ്പനും അമ്മയായിട്ടുള്ള സന്തോഷം പങ്കുവെക്കുക. അല്ല ഇപ്പോഴത്തെ യൂട്യൂബേഴ്സ് എല്ലാരും ഫാമിലി വ്ലോഗ് എന്നാണല്ലോ നിങ്ങളുടെ ചാനലിന്റെ പേര് യുവേഴ്സ് ഫാമിലി തന്നെയാണ്. അതായത് നിങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും ഞങ്ങളുടെ ഫാമിലിയിലേക്ക് അകത്തേക്ക് ഞങ്ങൾ അധികം കയറാറില്ല. ഞങ്ങളത് മാക്സിമം ഞങ്ങൾ ഒരു ചില വീഡിയോസ് ഒക്കെ എടുക്കാൻ നേരത്ത് അപ്പു തന്നെ പറയും, അപ്പൂന്നെ വിളിക്കുന്നത് അപ്പു തന്നെ പറയും എന്താ അത് വേണ്ട, നമുക്കത് മോശം, നമുക്കത് ആവശ്യമില്ല. അപ്പൊ ഞങ്ങൾ അത് ഒഴിവാക്കും. ഞങ്ങൾ മാക്സിമം ഹാപ്പിനെസ് ഇത് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ. ശരി ചേട്ടാ, നമ്മളെ പറഞ്ഞു ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. മോന്റെ പേരെങ്ങനെയാ? വില്യം. നിങ്ങൾ നിങ്ങൾക്ക് 5 മക്കൾ. വില്യം മൂത്തത്, രണ്ടാമത്തെ ആളുടെ തന്നെ വിൽബർട്ട്, മൂന്നാമത്തെ അല്ലേ സേറയ്ക്ക് മാത്രമേ എന്റെ വി കൂട്ടി കിട്ടാതെ വിക്ടോറിയ വില്യോന്ന് പേരിട്ടത് ഞങ്ങളിങ്ങനെ പേരിങ്ങനെ നോക്കി നടന്നപ്പോഴേക്കും പപ്പാടെ മൂത്ത ചേട്ടനാണ് പറയുന്നത്. പപ്പാടെ മൂത്ത ചേട്ടനാണ് പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യും, ഒന്നും നോക്കണ്ട, നീ നിന്റെ പപ്പാടെ പേരിട്ടാക്കാൻ പറഞ്ഞു. എന്റെ പപ്പാടെ പേരിട്ടാക്കാൻ പറഞ്ഞു. എന്റെ പപ്പാടെ പേര് വില്യോ എന്നാണ്. അതുകൊണ്ട് എന്റെ പേര് അജിത് വില്യം, ഇവന്റെ പേര് വില്യാരി. ഇത് മറ്റേ ഉമ്മൻ ചാണ്ടി ചാണ്ടി അങ്ങനെയാണ്. പിന്നെ വില്യം വന്ന സ്ഥിതിക്ക് പിന്നെ ബാക്കിയെല്ലാം ഡബ്ല്യു വേണമല്ലോ. അങ്ങനെ വിൽബേർട്ട് വിൽഫ്രഡ് ആയി. പക്ഷെ ഈ മോളുടെ കാര്യം വന്നപ്പോഴേക്കും ഞങ്ങളത് അല്ല ഡബ്ല്യുവിന് വലിയ ഇഷ്ടപ്പെട്ടില്ല, വലിയ നല്ല പേരുകളൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പിന്നെ നമ്മള് ഇതാണ് ഇളയാള്. ഇളയാളുടെ പേരെങ്ങനെയാ? നമ്മള് പരിചയപ്പെട്ടിട്ട് ഏകദേശം 2 വർഷത്തിന് മേളിലായി. അതായത് നിങ്ങൾ ചെയ്ത യൂട്യൂബേഴ്സിനെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന നമ്മളിങ്ങനെ ഒരു നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അറിയപ്പെടുന്ന ഫാമിലീസിനെ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, ഇങ്ങനെ വരുമ്പോ നമുക്ക് ചെയ്യാം. അപ്പൊ എന്റെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിലെ 5 മക്കളെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള. പക്ഷെ നിങ്ങൾ ഇവിടെ വന്നിറങ്ങിയപ്പോഴത്തേക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് ചേട്ടൻ വിളിച്ചു പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. കാരണം ചേച്ചീനെ പിള്ളേരെ അങ്ങനെ ശ്രദ്ധിച്ചില്ല. കാരണം ഈ ക്യാപ്ഷനാ പെട്ടെന്ന് ശ്രദ്ധിച്ചത്. അമ്മേനെ മറ്റേ അനാഥാലയത്തിലാക്കി നീയൊക്കെ എന്തുണ്ടാക്കിയിട്ട് എന്താടാ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ എന്തിനാണ് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു. ഞാൻ വിട്ട് കളഞ്ഞു, ആരുടെയോ വീഡിയോ എടുത്ത് ചേട്ടൻ അയച്ചു തരുമ്പോഴാണോ അയ്യോ ഞാൻ രണ്ടാമത് ചെക്ക് ചെയ്യുമ്പോഴാണ്. അതിനകത്ത് ആരെയും ഞാൻ ഈ എന്റെ വീഡിയോയ്ക്ക് താഴെ ബാഡ് കമന്റ് ഇട്ടവരെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയല്ല. കാരണം അവരവരുടെ മനസ്സിലെ വിഷമവും അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്തുള്ള ദേഷ്യമായാലും എന്തായാലും അവർ എക്സ്പ്രസ് ചെയ്തെന്ന് മാത്രമേ ഞാൻ അത് പറയുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളൊരു നടന്നു പോകുന്നു, ഒരു വീഡിയോ എടുത്തിടുന്നു. അപ്പൊ അതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല അവർക്ക്. ഞങ്ങൾ പക്ഷെ ആ വീഡിയോ എടുത്ത് വേറെ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവർ ഒക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ 5 മക്കളാണ്, അവരാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. കാരണം ഈ ക്യാമറ മെയിൻലി കൈകാര്യം ചെയ്യുന്നത് ഞാൻ. അപ്പൊ ഞാൻ മാക്സിമം അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ വരാറില്ല. കാരണം എപ്പോഴാണ് ഒരു മൂവ്മെന്റ് മിസ്സാകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം നമുക്കറിയാലോ, നമ്മളൊരു വീഡിയോ എടുക്കുമ്പോഴേക്കും നല്ല നല്ല മൂവ്മെന്റ്സ് നമുക്ക് കിട്ടിയാലേ ഉള്ളൂ ആ വീഡിയോയ്ക്ക് നമുക്കൊരു പെർഫെക്ഷൻ തോന്നുള്ളൂ. അപ്പം അങ്ങനെയാണ് ആ വീഡിയോക്കകത്ത് ഞാൻ വരാതെ എന്റെ മക്കളെ വെച്ച് തന്നെ ഞാനത് വൈഫിനെ വെച്ച് തന്നെ ഞാൻ ആ വീഡിയോ എടുത്തത്. അല്ല ഞങ്ങൾക്ക് അത് വലിയ പ്രശ്നമാവുമോ വൈറലാവുമോ ഒന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. കാരണം ഞങ്ങളുടെ ഈ വീട്ടിൽ വരുന്ന പോലെ തന്നെ അമ്മ താമസിക്കുന്ന വീട്ടിൽ പോയി ഞങ്ങൾ നോർമലി കാണുന്ന പോലെ കണ്ടു, സ്നേഹിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. അത് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. ഇവിടെ എടുത്തതുപോലെ തന്നെ ഒരു നോർമൽ വീഡിയോ എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാണ്ട് ചിലർ പറയുന്ന പോലെ വലിയ സംഭവമാക്കണമെന്നോ അല്ലെങ്കിൽ എന്തോ രഹസ്യമാക്കി വെക്കേണ്ട സംഭവമായിരുന്നു ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അത് ഞങ്ങളിവിടെ വന്നു, ഞങ്ങളുടെ മമ്മിയെ കണ്ട ആ വീഡിയോ ഞങ്ങൾ ഇട്ടു. അതിനുശേഷം മമ്മി ഉണ്ടാക്കി തന്ന ഫുഡെല്ലാം ഞങ്ങള് അടുത്ത വീഡിയോയിലേക്ക് ഞങ്ങൾ ഇട്ടായിരുന്നു. മമ്മി എന്തൊക്കെ ഫുഡ് ഞങ്ങൾക്ക് കൊടുത്തു. അതിനുശേഷം നേരെ വൈഫിന്റെ അമ്മയെ കാണാൻ പോയി. ആ കാണുന്ന വീഡിയോ ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അല്ലാതെ അതിനകത്തൊരു
നെഗറ്റീവ് പബ്ലിസിറ്റി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് 2 മില്യൺ യൂട്യൂബ് യൂട്യൂബ് മാത്രമല്ല നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലുള്ളതാണ്. കാരണം നമുക്കറിയാലോ, നമ്മളൊരു എപ്പോഴും നന്മകളുടെ ഒരു കൂമ്പാരം സൃഷ്ടിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മൾ എത്ര നന്മ ചെയ്തോ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെരിഞ്ഞു പോയാൽ അതിലൊരു തിന്മ ഞാൻ കാണുന്നില്ല. അവരെ സംബന്ധിച്ച് സൊസൈറ്റി എനിക്കിപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഇവരെന്നല്ല, ഈ കമന്റ് ഇട്ടവരെന്നല്ല, ആരെയും അല്ല, അവരവരുടെ സാഹചര്യങ്ങളെ വെച്ചായിരിക്കും അവർ കമ്പയർ ചെയ്യുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ സാഹചര്യത്തെ അനുസരിച്ചാണ്. ഇനിയിപ്പോ ഈ ലോകം മൊത്തം അതിന് നെഗറ്റീവ് പറഞ്ഞാലും എനിക്ക് അതിനെ അല്ല ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് എന്റെ അമ്മയുടെ കംഫോർട്ട്നെസ് ആണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? അതല്ലേ ചെയ്യേണ്ടത്, അതേ ഞങ്ങൾ ചെയ്തോളൂ. ഇനിയിപ്പോ ആരൊക്കെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അമ്മേനെ അവിടെ ഒറ്റയ്ക്കിടുന്നതിലും ഞങ്ങൾ സന്തോഷവും അമ്മയ്ക്കും ടെൻഷൻ ഇല്ലാണ്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇരുത്തുക എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇന്നലെ ശരിക്കും അപ്പു ആ വീഡിയോയിൽ കരഞ്ഞല്ലോ. അത് ഞാൻ ഇച്ചിരി ചെല്ലിയാവുന്ന കൂട്ടത്തില്ല. എനിക്കതില് ഭയങ്കര ഉണ്ടല്ലോ ചേട്ടാ. അതില് അപ്പു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മേനെ നമുക്ക് വേറെ ആളെ അച്ഛനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ആ ഒരു അമ്മ, അല്ലെങ്കിൽ അതൊരു വ്യക്തിയാണ്, അമ്മ ആയിക്കോട്ടെ അച്ഛനായിക്കോട്ടെ, കൂടെയുള്ള ഒരാള് പാർട്ട്ണർ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ആ പാർട്ട്ണറുടെ ഒരു അതുവരെ ഉണ്ടായിരുന്ന ഒരു ഇതുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമതൊരാളെ തേടുന്ന ഒരിക്കലും നമ്മൾ കൂട്ടെന്നാണ് പറയുന്നത്. ശരിക്കും പാർട്ട്ണർ എന്ന് പറയുന്നത് ഒരു കൂട്ടാണ്. നമ്മൾക്കൊന്ന് സംസാരിക്കാനോ, ഇപ്പൊ നിങ്ങൾക്ക് 5 മക്കളുണ്ട്, ഇവർക്ക് നാളെ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഇവർക്ക് പരസ്പരം ഒരു ബോണ്ടിങ് ഉണ്ടാവും. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു കൂടപ്പുറപ്പ് ബോണ്ടിങ് ഉണ്ടാവും, ഇവരുണ്ടാവും. പക്ഷെ നിങ്ങൾ ആ സമയത്ത് ഒറ്റപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഇതുണ്ടാവണം എന്നില്ല, എപ്പോഴും നിങ്ങളെ കണക്ട് ചെയ്യണമെന്നില്ല. അപ്പൊ അപ്പു പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് വേണം, അപ്പനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, എന്നാലും ഞാൻ അമ്മയോട് ചോദിച്ചിരുന്നു കല്യാണം കഴിപ്പിക്കാൻ, അപ്പുവിന്റെ ജീവിതം ഒന്ന് പറയാമോ, എങ്ങനെയാണ്, അല്ലെങ്കിൽ അമ്മ അവിടെ കൊണ്ടാക്കേണ്ടി വന്നതെന്നൊന്ന് പറയാം. അത് ആക്ച്വലി ഞാൻ ആ വീഡിയോയിൽ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്. പപ്പ മരിച്ചു, ഞങ്ങള് ചേട്ടൻ അന്ന് തൊട്ട് എന്നോട് പറയുന്നുണ്ട് ഞാൻ തിരിച്ചു പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. എവിടെ? യു കെയിലായിരുന്നു. അമ്മച്ചി നമുക്ക് ടോയ്സും പിന്നെ ചോക്ലേറ്റ്സും എല്ലാം തന്നല്ലേ? ഓ, അമ്മച്ചി ഞങ്ങൾക്ക് ടോയ്സും ചോക്ലേറ്റ്സും ഒക്കെ തന്നു. അപ്പൊ ഞങ്ങള് അമ്മ, അപ്പൻ, ചേട്ടൻ, പെങ്ങള് ഭയങ്കര ബോണ്ടിങ്ങിൽ കഴിയുന്ന ഒരു ഫാമിലിയാണ്. പപ്പ മരിച്ചു പോകുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഇതുപോലൊരു വെക്കേഷൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ പിള്ളേരെയായിട്ട് ഇങ്ങനെ പോകുന്നു, കാർ ഓടിച്ച് അവനെ കളിപ്പിച്ചുകൊണ്ട് ചുമ്മാ പുറകോട്ട് തിരിഞ്ഞതിന്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒരു സൗണ്ട് തൊണ്ടയിൽ നിന്ന് കേൾക്കുന്നു, പപ്പ അറ്റാക്ക് വരുന്നു, മരിക്കുന്നു. അതാണ് സംഭവിച്ചത്. അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് സംഭവിച്ചൊരു സാധനമാണ് ആ ഒരു മരണം. ഞങ്ങൾക്ക് ആരോഗ്യപരമായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. അമ്മയ്ക്ക് അത്രയും പോലും, കാരണം അമ്മ 24 മണിക്കൂറും പപ്പയുടെ ഒപ്പമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞങ്ങൾക്ക് പക്ഷെ വേറെ നിവൃത്തികളില്ല, പോകാൻ. കുറച്ച് പേര് പറയുന്ന പോലെ ജോലി കളഞ്ഞിട്ട് നിൽക്കൂ എന്ന് പറയുന്ന ഒരു ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം സാമ്പത്തികം വേണമല്ലോ നമുക്ക് ജീവിക്കാനാണെങ്കിലും അമ്മേനെ കാര്യങ്ങൾ നോക്കാനാണേലും എല്ലാം. അപ്പം ചേട്ടൻ പോകത്തില്ല എന്ന് എന്നോട് കട്ടായം പറഞ്ഞു. കാരണം എന്നേക്കാൾ ചേട്ടനാണ് അമ്മയായിട്ട് ബോണ്ടിങ്. യുകെയിലേക്ക് പോകത്തില്ല. അപ്പം അമ്മേനെ നോക്കി ഇവിടെ നിൽക്കുവാണ്. പക്ഷെ അത് അപ്പോഴത്തെ ഒരു തീരുമാനമാണെങ്കിൽ പോലും അത് ശരിയായിരിക്കില്ല എന്ന് എനിക്ക് തോന്നി. കാരണം അമ്മയുടെ കാര്യങ്ങൾ നോക്കണം, ചേട്ടന് വൈഫുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവര് ഇപ്പൊ യു കെയിലുള്ളവർക്കറിയാം എന്തുമാത്രം ലോണും കാര്യങ്ങളും ഒക്കെ എടുത്താണ് അവര് വീടെടുക്കുകയും ഒക്കെ ചെയ്യുന്ന. കോടികളുടെ വീടേ അവിടെ കിട്ടുള്ളൂ. അപ്പം അത്രയും ലോണും എല്ലാം കളഞ്ഞിട്ട് ചേട്ടൻ നാട്ടിൽ വന്ന് നിന്നാൽ എങ്ങനെ ജീവിക്കും? അപ്പം ഞാൻ പറഞ്ഞു പെർമനന്റ്, നമുക്ക് ഓരോരുത്തരും പറഞ്ഞുള്ള അറിവുകൾ. നമ്മുടെ വിചാരം വിസ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് കിട്ടുന്ന സംഭവമാണ്. ഓക്കെ, ചെല്ലുക, പെർമനന്റ് വിസ റെഡിയാക്കുക എന്ന് ഉള്ള തീരുമാനത്തിൽ ചേട്ടൻ പോകുന്നു. ഞാനും എന്റെ ഭാഗത്ത് നിന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് പോകുന്നു, പെർമനന്റ് വിസ അല്ല അമ്മയ്ക്ക് വേണ്ടി ഫാമിലി വിസ നോക്കാനായിട്ട്. പക്ഷെ കുവൈറ്റിലുള്ളവർക്കറിയാം ഫാമിലി വിസ. ഞാൻ ഒത്തിരി സ്ഥലത്ത് ഞാൻ കയറി ഇറങ്ങി, ഡെത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരിടത്തൊന്നും കിട്ടിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് പോലും എന്തുമാത്രം ട്രൈ ചെയ്യണമെന്നുള്ളത് അവിടെയുള്ളവർക്കറിയാം. അങ്ങനെ ആ സമയങ്ങളിൽ 3 months വിസ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് എത്ര ഒരു 50-60 ബിലോ ഏജേ ഉള്ളൂ. അപ്പം പിന്നെ 60 years അബോവ് ആയി കഴിഞ്ഞാൽ അവിടെ പിന്നെ വിസയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം 55-56 ഒക്കെ ആയതുകൊണ്ട് 3 months വിസ കിട്ടി. അങ്ങനെ അമ്മ എന്റെ അടുത്ത് വന്നു. അത് കഴിഞ്ഞ് 3 months കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടത്തില്ല. പലയിടത്തും കയറി ഇറങ്ങി, കിട്ടത്തില്ല. അത് കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നു. അമ്മ വീണ്ടും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. പിന്നെ ചേട്ടൻ വിസ നോക്കി, പെർമനന്റ് വിസ അവര് അലോ ചെയ്യത്തില്ല. അതിനെന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇങ്ങനെ എന്തൊക്കെയോ പേരന്റ്സിന് പെർമനന്റ് വിസ കൊടുക്കില്ല.
അതാണ് അല്ല കുവൈറ്റിലല്ലേ UK-ലാണെങ്കിലും UK പെർമനന്റ് വിസയ്ക്ക് എന്തൊക്കെയോ കാരണങ്ങളൊക്കെ അവിടെ അവിടെയാണ് വട്ടം സബ്മിറ്റ് ചെയ്തു നമ്മൾ. അവിടെ കാരണം കുറേ അഡ്വക്കേറ്റ് വഴിയൊക്കെ ചെയ്യുന്ന ഒത്തിരി അഡ്വക്കേറ്റ്സിനെ കണ്ടുകൊള്ളു. ഈ ചിലര് പറയും പെർമനന്റ് വിസ കിട്ടൂലോ. അപ്പൊ എന്റെ ചേട്ടനെ ഞാൻ അത് ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു എടി എന്നാ പറയുന്നവരോട് പറയൂ എങ്ങനെയാണ് ആ ഫോർമാലിറ്റി ചെയ്യുന്നത്. ഞാൻ അന്വേഷിക്കാവുന്ന എല്ലാ അഡ്വക്കേറ്റ്സ് വഴി ഞാൻ അന്വേഷിക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് ഓരോ തവണ കൊണ്ടുപോകുന്നതിലും എളുപ്പം പെർമനന്റ് വിസ എടുക്കുന്നതാണ്. അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സോഴ്സ് അറിയാമെങ്കിൽ അത് പറഞ്ഞു തരാൻ പറയൂ എന്നോട് പറയുന്നുണ്ട്. അങ്ങനെ ചേട്ടൻ 6 months കൊണ്ടുപോകുന്നത് അവിടെ 6 months കൊണ്ടുപോയാൽ പോലും തിരിച്ച് കറക്റ്റ് 6 months കഴിയുമ്പോൾ അവിടുന്ന് എക്സിറ്റ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ 6 months കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ആകാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് അറിയാണ്ട് അമ്മയ്ക്ക് 2 years വിസ എടുത്തിരുന്നു. ചേട്ടൻ ഓർത്തിരുന്നത് 6 months കഴിഞ്ഞ് വീണ്ടും പെട്ടെന്ന് കൊണ്ടുപോകാൻ അമ്മ ഒരു 1 month കഴിയുമ്പോൾ വീണ്ടും വേഗം കയറി ചെന്നു. UK-യിൽ ചെന്നു. അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ മക്കളെ പോലും കാണിക്കാണ്ട് തിരിച്ചവര് കയറ്റി വിടുകയും. അപ്പം കാലിന് മുട്ടിന് പ്രശ്നമുള്ള വ്യക്തിയാണ്. 18 hours അവിടെ ട്രാവൽ ചെയ്ത് ചെന്ന് അടുത്ത 18 hours വീണ്ടും മക്കളെ പോലും കാണാണ്ട് ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ തിരിച്ചു കയറി വരുന്നു. പിന്നെ അതുപോലെ തന്നെ വീട് ഇവിടുന്ന് ഇട്ടേച്ച് ഈ 6 മാസം പോയിട്ട് വരുമ്പോഴത്തേക്കും വീട് കിടക്കുന്ന കോലം. വീട്ടിൽ വന്ന് കയറാനായിട്ട് ഇത്രയും പ്രായശ്രീ വന്ന് കയറുമ്പോഴത്തേക്കും അവിടെ മൊത്തം പൊടിയും അതും ഇതും എല്ലായിട്ട് എല്ലാ ഈ ഒരു വട്ടം അമ്മ വന്നപ്പോഴേക്കും ഞങ്ങൾ ഉണ്ടായിരുന്നു. ആ വീട് കംപ്ലീറ്റ് പൊടിയും പിടിച്ച് ഒന്നും നമുക്ക് വീട് നശിച്ചു പോകുന്നതിന്റെ അല്ല നമുക്കൊരു ബുദ്ധിമുട്ട്. വീട്ടിൽ വന്ന് കയറുമ്പോൾ ഇത്രയും 18 hours ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾ ഈ 4 hours ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും വന്നു നമ്മൾ കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കയറി കിടക്കുക ചെയ്യുന്നത്. അമ്മയ്ക്ക് കൂടെ ഒരാൾ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ പോലും ഇവർ രണ്ടുപേരും കൂടെ 2-3 ദിവസത്തെ പണിയാണ് ഈ ക്ലീനിങ് മൊത്തം ചെയ്യുക എന്നുള്ളത്. അത്രയും പ്രായമായ സ്ത്രീ അത്രയും ബുദ്ധിമുട്ടുന്ന ആ സമയത്തൊക്കെ അമ്മ ഒത്തിരി വിഷമിച്ചവരോട് പറഞ്ഞിട്ടുണ്ട്. ഈവൻ പപ്പായോട് പോലും അമ്മയ്ക്ക് ആ സമയത്ത് ദേഷ്യമാണോ കുശുമാണോ കാരണം പെട്ടെന്ന് ഇട്ടേച്ച് പോയതിന്റെ ഒരു വിഷമം അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അമ്മ അവിടെ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ ഞങ്ങള് 24 hour മെയ്ഡിനെ വെച്ച് നോക്കി, അതുപോലെ ഇവരെ വെച്ച് നോക്കി, വന്നും പോയി നിൽക്കുന്നവരെ വെച്ച് നോക്കി. അതില് എന്നുവെച്ചാൽ നമ്മളില്ലാതെ നിൽക്കുമ്പോൾ അവരും അമ്മേനെ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്തിരുന്നു. അമ്മയ്ക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞ എടി ഞാൻ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ കിടക്കുന്ന എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇന്നത്തെ കാലമാണ്, അവരെന്നാ കാണിച്ചു കൂട്ടാൻ പോകുന്നത് എനിക്ക് അറിയില്ല. പിന്നെ പല ന്യൂസ് പേപ്പറിൽ വരുന്ന ന്യൂസസ് എല്ലാം കണ്ടിട്ട് അമ്മ പറഞ്ഞു എടി എനിക്ക് പേടിയാ, പെട്ടെന്ന് എനിക്കൊരു വയ്യായ്മ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇവരെന്നെ അടിക്കും, ഉപദ്രവിക്കും. പിന്നെ ഏതോ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു മലമൂത്ര വിസർജനം ഒക്കെ കഴിപ്പിച്ചു കുടിപ്പിച്ചു. അപ്പൊ അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അമ്മയുടെ ക്യാഷ് ATM എല്ലാം കൊണ്ടുപോകും ഈ വന്ന് നിൽക്കുന്നവര്. അങ്ങനെയുള്ള ടെൻഷൻ കാരണം അമ്മ ഒറ്റയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞു. പിന്നെ വരാൻ പറ്റുമ്പം ഞങ്ങളുടെ അടുത്തും ചേട്ടന്റെ അടുത്തും മാറി മാറി നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ അവിടുത്തെ വിസയും സ്റ്റോപ്പാക്കി, ചേട്ടന്റെ അവിടുത്തെ സ്റ്റോപ്പാക്കി. ആ സമയത്ത് അമ്മ ഇവിടെ കോവിഡ് വന്നപ്പോൾ അമ്മ പറയുന്നു ഗ്ലാസ് കാപ്പി ഇട്ട് തരാൻ പോലും ഒരു മനുഷ്യനും ഇല്ല ഇവിടെ, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയും. അത് കേൾക്കുന്നത് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അതുപോലെ ഈ മഴ ഇടിയൊക്കെ വരുമ്പോൾ അമ്മ എവിടെ അടിക്കുന്ന ടെൻഷനേക്കാൾ കൂടുതൽ ഞങ്ങൾ മക്കൾ രണ്ടുപേരും അവിടെ അടിക്കുന്നുണ്ട്. കാരണം അത്രയും അമ്മ ഇവിടെ കഷ്ടപ്പെട്ടാ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. കൊണ്ടുപോകാനുള്ള സാഹചര്യവും ഇല്ല. അങ്ങനെ പലപ്പോഴായിട്ട് ഞങ്ങൾ അമ്മയോട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് വേറൊരു കല്യാണത്തെ കുറിച്ച് ഞങ്ങൾ നോക്കട്ടെ അമ്മ എന്നിപ്പോഴും ചോദിക്കുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഇവര് ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയ കാര്യങ്ങളാണ്. ഇതൊന്നും നടക്കാണ്ടായപ്പോഴത്തേക്കും അമ്മ തന്നെയാണ് എന്നോട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അമ്മ തന്നെ എന്നോട് വിളിച്ച് പറഞ്ഞത് എടി ഇങ്ങനെ ഒരു സംഭവം. പക്ഷെ ഞാൻ അത് പണ്ട് മുതലേ ഞാൻ എപ്പോഴും എനിക്കായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര പേടിയുള്ള വ്യക്തിയാണ്. ഈ രാത്രി ഒരു 6 മണി 7 മണി കഴിയുമ്പോഴത്തേക്കും ഇരുട്ടായി കഴിയുമ്പോഴത്തേക്കും എനിക്ക് റൂമിൽ എൻ്റെ ഒരു എന്താ പറയുക 2-3 പേരില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട്. ഈവൻ ഞങ്ങളുടെ ഫ്ലാറ്റിലാണെങ്കിൽ പോലും രാത്രി നൈറ്റിന് പോയി കഴിഞ്ഞാൽ ഞാൻ കതവും കുറ്റിയിട്ട് ടേബിളും വെച്ചാണ് ഞാൻ കിടക്കുന്നത്. അപ്പൊ എനിക്ക് ആ സാഹചര്യം മനസ്സിലാക്കാൻ പറ്റും. പലരും ചോദിക്കും ലിസ്റ്റേച്ച് എങ്ങനെ ഈ വീട്ടിൽ ഇത്ര വലിയ വീട്ടിൽ താമസിക്കുന്നത് ഒറ്റയ്ക്ക് ചോദിക്കും. അതെന്റെ അമ്മയുടെ സാഹചര്യമാണ് അങ്ങനെ താമസിക്കേണ്ടി വരുന്നത്. അത് നാളെ ഞാനാണേലും ചിലപ്പം വേറെ നിവൃത്തിയില്ലെങ്കിൽ നിന്ന് പോകും പേടിച്ചും അല്ലാണ്ടും ഒക്കെ. അമ്മ പല രാത്രികളിലും അമ്മ പറയാറുണ്ട് അമ്മക്ക് അതിന്റെ അവിടെ മൊത്തം പാത്രങ്ങളെല്ലാം വെച്ച് ടേബിളിന്റെ മുകളിലും എല്ലാം വെച്ചിട്ടാ കിടക്കുക. എന്തിനാ ആരെയും ഒന്ന് തട്ടുവോ മുട്ടുവോ കൊട്ടുവോ ചെയ്യുവോ അല്ലെങ്കിൽ ഡോറ് തുറക്കുന്നവരെ തോന്നുവാണെങ്കിൽ പാത്രങ്ങളെല്ലാം വീഴുമ്പോഴും ആൾക്കാർ അത്രയും ടെൻഷൻ അടിച്ച് അമ്മ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട്. ഇപ്പൊ അപ്പം പലപ്പോഴും ഞങ്ങൾ ഇതിൽ നിന്നും പിൻവലിച്ചു നിന്നത് സൊസൈറ്റി എന്ത് പറയും, മക്കള് നോക്കുന്നില്ല, മക്കള് കൊണ്ടാക്കി എന്ന് പറയുമല്ലോ എന്നോർത്താണ് അമ്മ ആ വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന് ബുദ്ധിമുട്ടുന്നത്. അത് വേണ്ട എന്ന് കരുതി അമ്മ തന്നെ എടുത്തൊരു തീരുമാനം. ഞാൻ അതിനോട് 100% യോജിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും നാളെ സൊസൈറ്റി എന്ത് പറയും, അയ്യോ മക്കൾ ഇങ്ങനെ ചെയ്തു. പിന്നെ ഞങ്ങൾ ഓർത്തു അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതൊരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു. കാരണം എത്ര എവിടെ കൊണ്ടേ ആക്കിയെന്ന് പറഞ്ഞാലും കാണുന്നവര് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെ കൊണ്ടേ
അമ്മയെ കൊണ്ട് അവിടെ ആക്കിയിട്ട് അവൻ പോയി അവന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇത്രയും വളർത്തി അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്ര ഇഷ്യൂ ഉണ്ട്. അപ്പൊ എന്റെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എല്ലാ വീട്ടിലും നോക്കുന്ന പോലെ, മെയിൻലി ആൺപിള്ളേർ നോക്കുന്ന പോലെ എന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചേട്ടനാണ്. അപ്പൊ ചേട്ടനോട് ഞാൻ വിളിച്ചു ചോദിച്ചു പോണ്ട ചേട്ടാ ഇങ്ങനെ വീഡിയോ ഇട്ട എന്റെ പേരില് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ ചേട്ടൻ പറഞ്ഞു എടി ഞാൻ വീഡിയോ കണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞോളൊന്നും ഞാൻ കമന്റ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ കാണാൻ പോയില്ല, കണ്ടുമില്ല. അതിന്റെ ഇനി ജസ്റ്റിഫിക്കേഷൻ നീ ആർക്കും കൊടുക്കേണ്ട ആവശ്യവുമില്ല. കാരണം നമുക്കറിയാം നമ്മളെ. ഇനി ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും നമുക്ക് ഇതിന്റെ അകത്തൊരു വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് വേറെ നിവൃത്തിയുമില്ല. അമ്മ സേഫ് ആയിട്ടിരിക്കുക. എന്നിടയ്ക്ക് നീ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ പോകേണ്ട ആവശ്യമില്ലെന്ന് ചേട്ടൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇങ്ങനെ ഒത്തിരി പേര് നമ്മളോട് വിളിച്ച് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു. പുള്ളി അതിനൊരു ബോധം ഒട്ടും ബോധമില്ല. കാരണം ഞങ്ങൾക്ക് മെയിൻലി ഞങ്ങളുടെ അമ്മയുടെ സേഫ്റ്റി, ഹാപ്പിനെസ്, അമ്മ അവിടെ ഹാപ്പിയാണ്. പിന്നെ എല്ലാരും പറയുന്ന പോലെ കൊണ്ടുപോയി തള്ളിയിടുന്ന ഒരു സ്ഥലം. ഇപ്പൊ എനിക്കാണെ പോലും ഞാൻ എപ്പോഴും ചേട്ടനോട് പറയാറുണ്ട് എനിക്കൊരിച്ചിരി പൈസ കരുതി വെച്ചേക്കണേ. കാരണം ഇങ്ങനെ ഒറ്റപ്പെട്ട് പോകുന്ന ഒരവസ്ഥയും മക്കൾക്ക് എപ്പോഴും കൊണ്ടുപോകാൻ പറ്റിയത് വരത്തില്ല. നമുക്ക് ഇന്നത്തെ ജനറേഷനാണ്, നമുക്ക് മക്കളുടെ സിറ്റുവേഷനുമായിട്ട് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയെന്ന് വരത്തില്ല. പണ്ടത്തെ പേരൻസ് ഒക്കെ നിൽക്കുന്നത് പോലെ ഇന്നത്തെ കാലത്തെ പേരൻസ് നിൽക്കാൻ താല്പര്യം. പിള്ളേർക്ക് നമ്മളെ കൂടെ നിർത്താനും ഇനിയുള്ള മുന്നോട്ടുള്ള ജനറേഷനിൽ താല്പര്യമുണ്ടാകുന്ന വരത്തില്ല. അകന്ന് നിൽക്കുമ്പോൾ സന്തോഷവും സ്നേഹവും കൂടും എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ എന്റെ കെട്ടിയനോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങളോ ഞാനോ ഒറ്റയ്ക്കായി പോകുന്ന സമയത്ത് എന്നെ ദൈവത്തെ ഓർത്ത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇട്ടേക്കല്ലേ. ഇതുപോലെ ചുമ്മാ അനാഥാലയത്തിൽ കൊണ്ടിടാനല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ തന്ന് നല്ലൊരു സുരക്ഷിതമായ സ്ഥലത്ത് എനിക്കൊരു ഇച്ചിരി ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കണേ എന്ന് ഞാൻ പറയാറുണ്ട്. അതേ ഞാനും ചെയ്തത്. ചുമ്മാ ഒരു സ്ഥലത്തല്ല ഞങ്ങൾ കൊണ്ടുപോയി വിട്ടേക്കുന്നത്. നല്ല ഫെസിലിറ്റി, നിങ്ങൾ പറ്റുമെങ്കിൽ ആ ഒരു സ്ഥലം പോയി കാണാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മുടെയൊക്കെ ചെറുതിലെയാണ് ശരിക്കും ഈ ഓൾഡ് ഏജ് ഹോമിനെ ഒരു ഭയങ്കര നടതള്ളുക, നടയിരുത്തുക എന്നുള്ള രീതിയിൽ നമ്മുടെ ചെറുതിലെയാണെങ്കിൽ. നമ്മുടെ ചെറുതിലെന്നൊക്കെ പറഞ്ഞാല് മക്കൾ അത്രയും വെളിപ്പോക്കില്ലായിരുന്നു. അല്ല, നമ്മുടെ ചെറുതിലെ വെളിപ്പോക്കിനേക്കാൾ കാരണം മാക്സിമം മക്കൾ ഇവിടെയൊക്കെ തന്നെ ജോലിയൊക്കെ ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. വളരെ ചുരുക്കം അതിന് 3, 4, 5 മക്കളൊക്കെ. ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ, ഇപ്പൊ നമ്മുടെ ക്യാമറാമാൻ ഗോഡ്വിൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഡാഡ് എന്നാണ് കോട്ടയം രമേശ് വെച്ചിട്ടാണ് അവനത് ചെയ്തേക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു മകൻ, ചേട്ടന്റെ അതേ ലുക്കാണ് ആ നായകന്. അവനാണെങ്കിൽ ഇതുപോലെ അപ്പനെ കോട്ടയം രമേശ് സാറിനെ കൊണ്ടുപോയി മറ്റൊരു ഹോൾ ഇതിലാക്കുവാണ്. ആക്കുമ്പോ അന്ന് ഫാദേഴ്സ് ഡേയോ അങ്ങനെ എന്തോ ആണ്. അദ്ദേഹത്തിന്റെ മകൻ, അതായത് അപ്പൻ മകൻ 3 തലമുറയാണ് കാണിക്കുന്നത്. അപ്പൊ 3ാമത്തെ തലമുറയിലെ കൊച്ചുപയ്യൻ അന്ന് ഫാദേഴ്സ് ഡേയാ. അപ്പൊ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞുകൊണ്ടേ ഇത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം അതായത് നമ്മൾ ആ കൊച്ചു ചെറുക്കൻ അപ്പൂപ്പനെ വേണം, അല്ലെങ്കിൽ അവന്റെ അപ്പനും കൊണ്ട് ഫാദേഴ്സ് ഡേ എന്നിട്ട് നമ്മൾ സിനിമയിലൊക്കെ ലെസൺ തരുന്നത് നാളെ ഇവര് കൊണ്ടേ ആക്കും, അങ്ങനെയൊക്കെ ഒരു ലെസൺ ആണ് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ കമന്റിനകത്തും അങ്ങനെ പറയുന്നുണ്ട്, നാളെ നീ വളർത്തുന്നവർ നിന്റെ മക്കള് കൊണ്ടേ നാളെ നല്ലോന്ന്. വിൽഫ്രഡ് എന്നല്ലേ വില്യം ഇത് കണ്ടിരുന്നോ? വീഡിയോ ഒക്കെ കണ്ടിരുന്നോ? വില്യം കണ്ടിട്ട് ഞങ്ങള് വെല്ലുമിച്ചയെ കാണാൻ പോയിട്ട് ഇത് ഇത്ര പുകിലായിരുന്നു പറഞ്ഞിട്ട് എന്താ വില്യമിന് തോന്നിയ വീഡിയോ കണ്ടിട്ട്? ശരിക്കും എൻ്റെ അമ്മച്ചീനെ എൻ്റെ അമ്മച്ചി അങ്ങനെ ശിവനെ തള്ളിക്കളഞ്ഞതോ അതോ മാറ്റി നിർത്തിയതൊന്നും അല്ല. എൻ്റെ അപ്പച്ചൻ മരിച്ചു പോയപ്പോൾ ഞങ്ങൾക്ക് കുവൈറ്റിൽ കൊണ്ടാ വിസ ഇല്ലാണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു സ്ഥലത്തി ലൈക്ക് അമ്മച്ചീനെ അവിടെ കൊണ്ടേ വിട്ടു. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വില്യം അപ്പൊ അവിടെ ചെന്നില്ലേ, വെല്ലുമിച്ചയെ കണ്ട്, അപ്പൊ ആ സ്ഥലമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്ഥലം അത്യാവശ്യം നല്ല സെക്യൂറാ. ലൈക്ക് അവിടെ വാച്ച്മാൻ ഉണ്ട്, എല്ലാരും ഉണ്ട്. പിന്നെ ഒറ്റപ്പെട്ട അവസ്ഥ ആവത്തില്ല. കൂട്ടുകാരെ ഇഷ്ടം പോലെ ഉണ്ട് അമ്മച്ചിക്ക്. അമ്മച്ചിയുടെ കൂട്ടുകാരൊക്കെ എന്നാ പറഞ്ഞു? ഹാപ്പിയാണോ? അമ്മച്ചി എന്തൊക്കെ തന്നു സേറക്കുട്ടി? എനിക്ക് ചോക്ലേറ്റ്സും നെയിൽ പോളിഷും പിന്നെ മേക്കപ്സ്. ഓ, മേക്കപ്സ്. അത് വെല്ലുമിച്ച് മേടിച്ചു വെച്ചോ നേരത്തെ? അമ്മച്ചി മേടിച്ചു വെച്ചിരുന്നോ? ബോണിപ്പപ്പ കൊടുത്തു വിട്ടോ? ബോണിപ്പപ്പ കൊടുത്തതാ. അവിടെ ആരോ വന്നിട്ട് ഇവര് വരുന്നതിനെല്ലാം കൊടുത്തു വിട്ടു. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും മക്കളോട് ഷെയർ ചെയ്യാറുണ്ട്, എസ്പെഷ്യലി വില്യത്തോട്. അല്ല, നമുക്ക് കൂടെ ബർഗറോ കുക്കിംഗ് ടോയ് മേടിച്ചു വെച്ചിരുന്നു. സൂപ്പർ. നമുക്ക് കൂടെ നിർത്താൻ പറ്റുന്നില്ലല്ലോ. അത് ഇപ്പോഴല്ല, പണ്ട് മുതലേ ഞങ്ങളെന്ന് പറഞ്ഞാല് അമ്മയുമായിട്ട് എപ്പോഴും, പപ്പായേക്കാളും ബോണ്ടിങ് ഞങ്ങൾക്ക് അമ്മയുമായിട്ടായിരുന്നു. അപ്പം എപ്പോഴും ഫോൺ ചെയ്ത് ഇവരെന്നെ എപ്പോഴും വഴക്കറിയും, ഇത് ഏത് നേരം ഈ അമ്മയെ വിളിച്ചോണ്ടിരിക്കാൻ എന്നായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇവർക്കും അമ്മച്ചിയോട് ഒരു ഫ്രീഡം ആണ് നോർമലി. വലിയ ഞാൻ എപ്പോ സംസാരിക്കുവാണെങ്കിലും ഇവരും വന്ന് സംസാരിക്കാൻ കൂടിയിരിക്കും. അതുകൊണ്ട് എനിക്കതൊരു എന്താ പറയാ, ഇവർക്ക് സാഹചര്യങ്ങൾ
മനസ്സിലായില്ല എന്ന് എനിക്കൊരു തോന്നൽ ആ കമന്റ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. പിന്നെ എല്ലാരോടും ഇത് വൈകിട്ടറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ മക്കൾക്ക് എന്റെ സാഹചര്യം എന്തുവായിരുന്നു, ഞാനും എന്റെ അമ്മയും അല്ല എന്റെ ചേട്ടനും അല്ല എന്റെ ഫാമിലിയുമായിട്ടുള്ള ബോണ്ടിങ് എന്തോന്നും അവർക്കറിയാം. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മക്കളെ പറഞ്ഞു തന്നെയാണ് അവളെ വളർത്തിയത്. എസ്പെഷ്യലി വില്യത്തോണ്ട് അവനാണ് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രായം ആയേക്കുന്നത്. നാളെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അപ്പയുടെ അമ്മയുടെ അല്ലെ വരാനോ അല്ലെങ്കിൽ നിൽക്കാനോ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയില്ല. ഇതുപോലെ എന്തെങ്കിലും സേഫ് ആയിട്ട് സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടാക്കി വെച്ചാൽ ഞങ്ങൾ സന്തോഷം. കാരണം ഇത്രയും ലക്ഷങ്ങളും മുടക്കി ഈ അപ്പനും അമ്മയും ഓരോ മക്കളെയും പഠിപ്പിച്ചു കൊടുത്തു. ഒരു UK പോയി പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ പോയി പഠിക്കണമെങ്കിൽ എത്ര ലക്ഷം മുടക്കുണ്ടാവും. ഇതെല്ലാം മുടക്കി അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ആ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് കയറി അവിടെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് വീടും അവിടെ എല്ലാം സെറ്റിലായി കഴിയുമ്പോഴേക്കും നാളെ പപ്പായും അമ്മയും ഒറ്റയ്ക്കാന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടെറിഞ്ഞിട്ട് വരാൻ പറ്റുമോ? ഇപ്പൊ വന്നാൽ തന്നെ ആയാലും ഇന്നൊരു ആശുപത്രിക്ക് ഇപ്പൊ എന്റെ മമ്മി എന്ന് പറഞ്ഞിട്ടുണ്ട് 2 ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ ഒരു ആശുപത്രി കയറി ഇറങ്ങുമ്പോഴേക്കും എത്ര ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇതിന് ക്യാഷ് വേണ്ടേ? ക്യാഷ് വേണമെങ്കിൽ നമുക്ക് ജോലി എടുത്തല്ലേ പറ്റുള്ളൂ. പണ്ടത്തെ കാലത്തെ ഒരു അവസ്ഥയല്ലേ ഇത്. പണ്ട് 4, 5, 6 മക്കളുണ്ടായിരുന്നു. ആ മക്കളല്ലേ 1, 2 പേര് ഗവൺമെന്റ് ജോലിയൊക്കെ ആയിട്ട് വീട്ടിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ അവരെ നോക്കാൻ ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷെ നമുക്ക് അതുപോലെ ഇപ്പൊ ഞാനിപ്പം എന്റെ അപ്പനോടും അമ്മയോടും ചോദിക്കുകയാണ്, ഞാൻ നിർത്തി വരട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്റെ അപ്പനും അമ്മ പറയും ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം ഇവിടെ നീ പരിസരത്തേക്ക് കാരണം നീ നിന്റെ കുഞ്ഞുങ്ങളെ മക്കളെ നോക്കി. കാരണം അവർക്ക് ഇനി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കളെ വളർത്തി. എപ്പോഴും എന്റെ അമ്മയ്ക്ക് എപ്പോഴും സങ്കടമാണ്. സങ്കടം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ 5 മക്കളെ നീ ഇനി ഏത് സമയത്ത് വളർത്തി വലുതാക്കി കൊണ്ടത് വന്ന് കാണുമ്പോഴേക്കും ഇനി എന്നാന്നുള്ളത്. കാരണം മമ്മി ഞാൻ പറയും ഈ ചില കാര്യങ്ങളൊക്കെ മമ്മി എന്നോട് പറയുമ്പോഴേക്കും പറയും, മമ്മി ഒത്തിരി സംസാരിക്കണം, മമ്മി 2 മക്കളെ വളർത്തിയ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് 5 മക്കളെ വളർത്തിയ ഞാൻ തിരിച്ചു കൊടുക്കും മമ്മിയോട് പറയും. മമ്മി അതുകൊണ്ട് ഒത്തിരി സംസാരിക്കണം. മമ്മി പറയും നീ പോടാന്ന് പറയും. ഇന്നലെ ഞങ്ങള് ഈ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ ഷൂട്ട് ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ് ഏതൊക്കെ ഭാഗങ്ങളാണ് എവിടെയൊക്കെ. ഇത് ഒന്ന് അരമണിക്കൂറോളം ഉണ്ടല്ലോ. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാണ് അയ്യോ നേരെ കാണുന്നില്ല. ഞങ്ങൾ നോക്കുമ്പോഴേക്കും നേരെ എവിടെയാ നോക്കുമ്പോഴേക്കും പപ്പട മമ്മിയുടെ കൂടെ പോയി കിടപ്പുണ്ടായത്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് നീ നിന്റെ അപ്പനും അമ്മയാണെങ്കിൽ നീ കൊണ്ടേ ആക്കൂന്ന് ചോദിക്കുന്നുണ്ട്. അത് സാഹചര്യമാണ്. ഇപ്പൊ എന്റെ അപ്പനും അമ്മയും താമസിക്കുന്ന ഈ കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പയുടെ 4 ബ്രദേഴ്സ് ഇവിടെ തന്നെയുണ്ട്. അപ്പൊ അടുത്തടുത്ത് എല്ലാ വീടും. അപ്പൊ അവർക്കൊരു ഒറ്റപ്പെടൽ എപ്പം നോക്കിയാലും എല്ലാവരും കൂടി ഇപ്പം എല്ലാ മമ്മിമാരോട് കൂടി വൈകിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒരുമിച്ചിരുന്ന് സംസാരം, പപ്പമാരെല്ലാം കൂടെ കൂടി ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് എപ്പോഴും അവർക്ക് ഒരു അടുത്ത ആളുണ്ട്. എല്ലാവർക്കും അത് സാഹചര്യമല്ല. ഇപ്പൊ ഒരു സ്ഥലം മേടിച്ചൊരു വീട് വെക്കുന്നു, ഒരു 50 സെന്റ് സ്ഥലം മേടിച്ചിട്ട് 10 സെന്റിനകത്ത് വീട് വെക്കുന്നു. ആ വീട് ഒറ്റയ്ക്ക് നിന്നിട്ട് ആ ഏരിയ മൊത്തത്തില് ആ അമ്മ മാത്രമേ കാണുള്ളൂ. ആ മക്കളും പോയി. ഇപ്പൊ പപ്പായും മമ്മിയും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പപ്പ പോയി കഴിഞ്ഞാൽ പിന്നെ മമ്മി ഒറ്റയ്ക്കല്ലേ ഉള്ളത്. പിന്നെ ഒരു ഭയങ്കര ഒരു ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ പപ്പായും മമ്മിയും ഉണ്ടെങ്കിൽ ഈ ഒറ്റപ്പെട്ട വീടുകളിലൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ കോട്ടയത്ത് ഒരു ഫാമിലിനെ ഇതുപോലെ തന്നെ. അതെ അതെ അതെ. അല്ല ഇതിനകത്ത് എന്നാലും പപ്പായും മമ്മിയും ഉണ്ടെങ്കിൽ ഒന്ന് മിണ്ടിയും പറഞ്ഞു എന്റെ പാർട്ട്ണർ ആണല്ലോ എന്റെ കൂടെ ഉള്ളതെന്ന്. അതിൽ ഒരു ആള് പോയി കഴിഞ്ഞാല് പിന്നെ ഫ്രണ്ടിൽ കാണുന്ന ഒരു എന്താ ചെയ്യണ്ടേ? ഞാൻ ആരോടാ പറയണ്ടേ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പപ്പായ്ക്ക് വയ്യ അല്ലെങ്കിൽ മമ്മി മാത്രമല്ല മമ്മിക്ക് വയ്യാല് അന്നേരം നമ്മുടെ കസിൻസിനെ വിളിക്കും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനെ വിളിക്കും, ഒന്ന് പോയി നോക്ക് പപ്പായ്ക്ക് വയ്യ. 1 ദിവസം വരും, 2 ദിവസം വരും. പിന്നെ അവർക്കും അവരുടെ കാര്യങ്ങൾ ചെയ്യാനില്ലേ, ശരിക്കും അവർക്ക് മടുപ്പായിരിക്കും പിന്നെ അത്. അപ്പൊ ഇനിയുള്ള കാലത്ത് ഇപ്പം ചില ഇതുപോലുള്ള ഇത് കാണുമ്പോഴേക്കാണ് ചിലവർക്ക് പറയുന്നത് ഇതൊരു ഓൾഡ് ഏജ് ഹോം ആണ്, അനാഥാലയാണ്. ഇതിനേക്കാളും വലിയ ടീംസ് 1-2 ഏക്കർ സ്ഥലം എടുത്ത് വില്ല കെട്ടി വേറെ സ്ഥലത്ത് പോയി. ഇപ്പൊ അമ്മ അവിടെ താമസിക്കുന്നവർക്ക് നിങ്ങൾ നോക്കിയാൽ അറിയാം, മിക്കവരും തന്നെ അമേരിക്കയില് ജോലിയൊക്കെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് സഹിതം അവർക്കൊക്കെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഡോക്ടർ ആലീസ് മാത്യു എന്നൊക്കെ. അല്ല അവരും പറയുന്നത് എന്നാന്നറിയോ, മക്കളെ വളർത്താൻ, കൊച്ചുമക്കളെ വളർത്താനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ അതായത് ഞങ്ങളുടെ ആ റിട്ടയർമെന്റ് ലൈഫ് അവര് ഡോക്ടേഴ്സ് ഒക്കെ ആയിരുന്നു അവിടെ ജോലി ചെയ്തോണ്ടിരുന്ന, ഒരു മക്കളുടെ ഇതിൽ പോയവരല്ല. അവർ ഡോക്ടേഴ്സ് ഒക്കെ ആയിട്ട് അവിടെ ജോലി ചെയ്തോണ്ടിരുന്ന പലരും അവിടുന്ന് വന്ന് ഇവിടെ താമസിക്കും. ഞാൻ പറഞ്ഞതല്ല, ഇപ്പൊ പുതിയൊരു കൺസെപ്റ്റ് തന്നെ വരുന്നുണ്ട്. അതായത് ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ഒരു കോമ്പൗണ്ട് എടുത്തിട്ട്, പാലായിലാണോ ഇവിടെ എവിടെയോ പല സ്ഥലത്ത്, ഇപ്പൊ തിരുവല്ലയിൽ എവിടെയോ ഞാനിത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്.
ഇഷ്ടം പോലെ സ്ഥലത്തുണ്ട്, ആ, നല്ല അതായത് കാമൻ ഇങ്ങനെ പോയിട്ട് ഏരിയയിലാ. ഒരാൾക്കൊരു വീട്, അതായത് ഒരു വീടിനും മതിലില്ല, എല്ലാവരും ഒന്നിച്ച് കഴിയുന്നു. അതിലൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവർ പണിയെടുത്തു അവരുടെ ലൈഫിൽ അവർക്ക് റിട്ടയർമെന്റ് ലൈഫാണ് വേണ്ടത്. നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിലാണ് ഈ റിട്ടയർമെന്റ് ലൈഫിനെ ഭയങ്കരമായിട്ടും പറയുന്നത്. അതായത് പിന്നെ അവരവരുടെ മക്കളുടെ കാര്യം നോക്കത്തില്ല, വളർന്നോണം, കൊച്ചുമക്കളാണെങ്കിൽ അവര് വളർത്തിക്കോണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മക്കളായി പഠിപ്പിച്ചു വലുതാക്കി മക്കള് കല്യാണം കഴിച്ചു ആ കൊച്ചുങ്ങളെയും കൂടെ നോക്കേണ്ടത് ഇവിടുത്തെ പേരൻസിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ? ഗ്രാൻഡ് പേരൻസിന്റെ ഉത്തരവാദിത്തമാണ് കൊച്ചുമക്കളെ നോക്കേണ്ടതെന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. അല്ല ഇത് ഞാൻ പറഞ്ഞപ്പോഴേ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടതാണ്, നിങ്ങൾക്കൊന്ന് കൊണ്ടുപോയിക്കൂടായിരുന്നു, നിങ്ങൾ മെയ്ഡിന് കൊടുക്കുന്ന പൈസ ആകത്തില്ലായിരുന്നല്ലോ. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. ഞാൻ വെച്ചാൽ അത് കൊള്ളാലോ, അപ്പൊ മെയ്ഡിന് പകരമായിട്ട് അമ്മേനെ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്നാ 4 പിള്ളേർ എനിക്ക് ഡെലിവറി ആയത് അവിടെയാണ്. പക്ഷെ ഞാൻ വലിയ നാട്ടിലല്ല, 4 പിള്ളേരെ ഡെലിവറി ആയത് അവിടെയാണ്. ഇന്നേ വരെ കുവൈറ്റില് ഒരുമാതിരിപ്പെട്ടവരെ അല്ല, ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ. ഈ 2 അമ്മമാരും വിളിച്ചു ചോദിക്കും ഞാൻ വരട്ടെ. അല്ലെ നിങ്ങൾ പിള്ളേരെ ആരെങ്കിലും നാട്ടിലോട്ട് കുറച്ച് കുസൃതികളുള്ളവരെ നാട്ടിലേക്ക് വിടാൻ മതി. ഇത് രണ്ടും ഞങ്ങൾ ചെയ്തിട്ടില്ല ഈ 4 ഡെലിവറിക്ക്. കാരണം ഇവരെ ബുദ്ധിമുട്ടിക്കാൻ, ഇവർ ഇത്രയും നാളും കഷ്ടപ്പെട്ട് പണി ചെയ്തെല്ലാം ഇരിക്കുമായിരുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും ഇവർക്കൊരു അസുഖം വന്നാൽ പെട്ടെന്ന് ഒരു 15 ദിവസം ലീവ് നമ്മുടെ ജോലി സ്ഥലത്ത് നിന്ന് തരും, അതിന്റെ അപ്പുറത്തേക്ക് അതിനും തരില്ല. അപ്പം ഇവരെ നമുക്ക് ഇപ്പോഴും ഇവരെ വന്ന് നോക്കി ശുശ്രൂഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. പിന്നെ ഈ വയസ്സാം കാലത്തും നമ്മുടെ പ്രസവം എടുക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കാനും ഇവരെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കുന്നതിനോട് എനിക്കും ഹസ്ബൻഡിനും താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവര് വന്ന് ആ ഒരു മാസം വന്ന് നിന്നിട്ട് എല്ലാ ഹെൽപ്പും ചെയ്തിട്ട് പോകും. പിന്നെ അടുത്ത മാസം തൊട്ട് നമ്മള് വേണ്ട ഇത് ഇപ്പം ഫസ്റ്റിലെ തൊട്ട് ഒരു ഇതായിട്ടങ്ങ് പോവാണെങ്കിൽ പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോവാം. അല്ല അപ്പൊ ചോദിച്ചതാണ്, നിങ്ങൾക്ക് മെയ്ഡിന് കൊടുക്കുന്ന പൈസ കൊടുത്താൽ പോരായിരുന്നു അമ്മേനെ കൊണ്ടുവന്ന് നിർത്തത്തെ. അപ്പൊ മെയ്ഡിന് പകരമായിട്ട് കൊണ്ടുപോയി നിർത്താൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നുമില്ല. അതുകൊണ്ട് ഡെലിവറി എടുക്കാനായിട്ട് മാത്രമായിട്ട് കൊണ്ടുപോകാനും താല്പര്യം. ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ഡെലിവറിക്ക് പുള്ളിയും ലീവ് എടുത്തിരിക്കും, ഞങ്ങൾ ഒരു എക്സ്ട്രാ ഒരു മെയ്ഡിനെ കൂടെ വെച്ചേക്കും. എന്നിട്ട് ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഞങ്ങളും ആരോഗ്യപരമായി ഒന്ന് സെറ്റായി കുഞ്ഞുങ്ങൾ ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും കാണാനായിട്ട് അമ്മ വിസിറ്റിങ്ങിന് വരാറുണ്ട്. വന്ന് മക്കളോട് സന്തോഷമായിട്ട് പണിയാനല്ല വിളിച്ചോണ്ട് പോകുന്നത്, പണിയാൻ വിളിച്ചോണ്ട് പൊയ്ക്കൂടെ എന്ന രീതിയിൽ മെസ്സേജ് ഇട്ടേക്ക് ചെയ്യണം. അതെനിക്ക് ഭയങ്കര വിഷമമായി പോയി. അങ്ങനെയാണോ കൺസിഡർ ചെയ്യേണ്ടത്? ശരിക്കും അപ്പൂന്റെ പേര് പറഞ്ഞില്ല, ടിൻഡു. അതുപോലെ തന്നെ